Hi friends, welcome to pubg Tech. MI A3 ഈ ഒരു ഫോണിന്റെ ക്യാമറ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം MI A1 എങ്ങനെയുണ്ട്, അതിന്റെ ഒരു ക്വാളിറ്റി കാണുക എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗംഭീര ഒരു ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു ഫോണായിരുന്നു. പ്രത്യേകിച്ചും മെയിൻ ക്യാമറ ഗംഭീര സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അതൊരു കമ്പാരിസൺ ഒന്നുമല്ല, എങ്കിലും അതിന്റെ കുറച്ച് സാമ്പിളുകൾ ഞാൻ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം. തൽക്കാലം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് MI A3യുടെ ക്യാമറ റിവ്യൂ ആണ്. ഇതിന്റെ മെയിൻ ക്യാമറ സോണി IMX586 സെൻസർ അടങ്ങുന്ന 48 മെഗാപിക്സൽ ക്യാമറയാണ്. f1.79 ആപ്പച്ചറിൽ, അതേപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയുണ്ട്. അത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് f2.2 ആപ്പച്ചറിൽ. പിന്നെ ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ക്യാമറ റിവ്യൂ സാമ്പിളുകളിലേക്ക്. ഇതൊരു നോർമൽ ഇമേജ് ആണ്. നല്ല ക്വാളിറ്റി സ്കൈയും കാര്യങ്ങളും നമുക്ക് കാണാം. നല്ല ക്വാളിറ്റി തന്നെ ക്ലൗഡ്സ് എല്ലാം നമുക്ക് ക്യാപ്ചർ ആയിട്ടുണ്ട്. അപ്പം മെയിൻ ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. അത്യാവശ്യം 100% അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്യുമ്പോഴും നമുക്ക് നല്ല ഡീറ്റെയിൽസ് ലെവലും ക്ലാരിറ്റിയും ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ മെയിൻ ക്യാമറ ഒറ്റ നോട്ടത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകളാണ് തരുന്നത്. നിങ്ങൾക്കൊന്ന് രണ്ട് സാമ്പിൾ കൂടി ഞാൻ കാണിക്കാം. സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂം ചെയ്ത് കാണിക്കുന്നത്. അതായത് അതിൻ്റെ ഫുൾ റെസൊല്യൂഷൻ 100% റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്താണ് ഞാൻ കാണിക്കുന്നത്. മറ്റൊരു ഇമേജ്, ഇത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നല്ല ഡീറ്റെയിൽസ് ലെവൽ എന്തായാലും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അതായത് സോണി IMX586 സെൻസറിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ഇമേജുകളാണ് നമ്മൾ സൂം ചെയ്ത് നോക്കി. അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൂം ചെയ്ത് നോക്കിയത്. അപ്പം നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജുകൾ തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, കളറും കാര്യങ്ങളൊക്കെ നോക്കിയാലും ഓവർ എക്സ്പോഷറും കാര്യങ്ങളോ അല്ലെങ്കിൽ ഓവർ സാച്ചുറേഷനോ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജുകൾ തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തും കിട്ടുന്നത്. നമ്മൾ ഓരോ ഇമേജുകളും ഇവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ പെർഫോമൻസ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മെയിൻ ക്യാമറ. ഇനി നമുക്കിതിൻ്റെ 48 മെഗാപിക്സൽ ക്യാമറയുടെ ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കാണുന്നത്. നല്ലൊരു ഇമേജാണ് ഒറ്റ നോട്ടത്തിൽ, നല്ല എക്സ്പോഷറിൽ. ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ്, എസ്പെഷ്യലി ആ ബൾബിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ വെള്ളത്തുള്ളികളൊക്കെ നല്ല ക്ലാരിറ്റിയിൽ കാണാം. അതേസമയം 12 മെഗാപിക്സൽ, ഇത് 12 മെഗാപിക്സലാണ്. ഇവിടെ നമുക്ക് ആ ഒരു ലെവലിൽ സൂം ചെയ്താൽ അത്ര ഒരു ക്വാളിറ്റി കിട്ടില്ല. അതാണ് 48 മെഗാപിക്സലിൻ്റെ ബെനിഫിറ്റ്. പക്ഷേ ആ ഒരു ഇമേജിന് നമുക്കൊരു ഓൾമോസ്റ്റ് 16 MB സൈസ് വരുന്നുണ്ട്. ഇതൊരു 48 മെഗാപിക്സൽ ഇമേജാണ്. അത് സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു ബോർഡ് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് അതിൻ്റെ എഡ്ജ് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷേ 12 മെഗാപിക്സലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആ ലെവലിൽ സൂം ചെയ്യുമ്പോൾ അത്ര ഒരു ഷാർപ്പ്നെസ് ഉണ്ടാവില്ല. പക്ഷെ കാര്യമായ പറയത്തക്ക വലിയൊരു വ്യത്യാസമൊന്നും നമുക്ക് നോർമലി കാണാൻ സാധിക്കില്ല. എങ്കിലും 12 മെഗാപിക്സലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചും കൂടി നല്ല കളറും കാര്യങ്ങളും 12ലാണ് ഉള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു നോർമൽ ഇമേജ്. ഇതിൻ്റെ സൂം 2x സൂമും അതേപോലെ വൈഡ് ആംഗിളുമാണ്. ഇത് നോർമൽ സെൻറ്ററിലുള്ള കാർ നോക്കിയാൽ ഇത് 2x സൂം ചെയ്തിരിക്കുകയാണ് ആ ഇമേജ്. സൂം ചെയ്യുമ്പോഴും ക്വാളിറ്റിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് സൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ വൈഡ് ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി വലിയൊരു ഏരിയ കവർ ചെയ്ത് കിട്ടും. അങ്ങനെയുള്ള ഈ 3 ഇമേജുകളും ഒരുപോലെ ക്വാളിറ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂമിങ്ങും കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളാണ്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസപ്പ് ഇമേജുകളിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നല്ലൊരു ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ. കുറച്ച് ഇമേജുകൾ കൂടി ഞാൻ കാണിക്കുകയാണ്. ഒന്ന് കണ്ട് മനസ്സിലാക്കാം എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ നിലവാരം എന്നുള്ളത്. ഇനി നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരികയാണ്. അങ്ങനെ നോക്കുമ്പോഴും നമ്മുടെ ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഇമേജും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. അപ്പോൾ സോണി IMX586 സെൻസർ ഏത് കാര്യത്തിലായാലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഡീറ്റെയിൽസ് ലെവലൊക്കെ ഗംഭീര സെറ്റപ്പാണ്. പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴും നല്ല ഭംഗിയിൽ തന്നെ ബ്ലറൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സിലാണ് ഫോട്ടോസ് എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറ ഇമേജുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്യാമറയുടെ കാര്യത്തിൽ ഡേ ലൈറ്റിൽ ഫോട്ടോസ് എന്തായാലും നല്ല ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെയുള്ള ഓവർ എക്സ്പോഷറോ അല്ലെങ്കിൽ ഓവർ സാച്ചുറേഷനോ ഒന്നും ഇല്ലാത്ത നല്ല ഇമേജുകളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒന്ന് രണ്ട് പോർട്രേറ്റ് ഇമേജുകൾ കൂടി ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ്, കണ്ട് കാര്യങ്ങളൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെൽഫിയുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പോർട്രേറ്റ് ഇമേജാണ് നിങ്ങൾ ആദ്യം തന്നെ കാണുന്നത്. ഇതിലേക്ക് നമ്മൾ സൂം ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ സൈഡ്, അതായത് സ്കൈ ഒക്കെ ബ്ലോൺ ടൈപ്പ് പോലെ തോന്നും. പക്ഷേ ഇത് ബ്ലർ ഇമേജ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് കാണുന്നത്. നമുക്കിതിൻ്റെ ബാക്കിയുള്ള സിറ്റുവേഷൻ നോർമൽ ഇമേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്കൈയുടെ ഏരിയ നോക്കിയാൽ ആ ഒരു ബ്ലൂ കളറൊന്നും അവിടെ അധികം കാണില്ല. അപ്പോൾ സെൽഫി ക്യാമറ കുറച്ച് എക്സ്പോഷർ കൂടുതലാണെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാം. എന്തായാലും സ്കൈയുടെ ഏരിയ ശരിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടില്ല. അത് ബ്ലോൺ ടൈപ്പ് പോയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ആ ഒരു സംഭവം ഒഴിച്ചാൽ ബാക്കി ബ്ലർ ചെയ്തിരിക്കുന്നതും എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ്.
സെൽഫി എന്ന രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് റിയർ സൈഡിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡേ ലൈറ്റിലെ നല്ല വീഡിയോ ക്വാളിറ്റി സ്റ്റെബിലൈസ്ഡ് ആണ്. ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ്റെ ലെവൽ കണ്ട് മനസ്സിലാക്കാം. നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെറിയ അനക്കമുണ്ട്, എങ്കിലും അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയ നല്ലൊരു വീഡിയോ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇത് ഫുൾ HD-യിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ HD-യുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് കാണുന്നത്. എക്സ്പോഷർ വണ്ടികൾ വരുന്നതിനനുസരിച്ച് എക്സ്പോഷർ മാറുന്നതൊക്കെ കാണാം, പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്പോഷറിൻ്റെ പ്രോബ്ലംസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാപ്ചറിംഗ് ആണ് ഫുൾ HD വീഡിയോയിൽ നമ്മളിവിടെ കാണുന്നത്. ഒരു ക്ലൗഡി സിറ്റുവേഷൻ ആണ് കേട്ടോ, നമ്മുടെ ഫുള്ള് മഴ ആ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിമ്മ് കാണാം. പക്ഷേ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ മാറുന്നത് കാണാം. ഇത്തിരി എക്സ്പോഷർ കൂട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് സ്റ്റെബിലൈസേഷൻ്റെ ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഓഡിയോ നിങ്ങൾക്ക് കാണുന്ന പോലെ ഹൈവേ ആണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി പ്രശ്നം ഉണ്ടാകുമെങ്കിലും ഓഡിയോ ക്വാളിറ്റി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫ്രണ്ട് ക്യാമറയല്ല, മെയിൻ മൈക്രോഫോൺ. അപ്പോൾ സെൽഫിയിൽ നമ്മൾ സ്കൈയും കാര്യങ്ങളൊക്കെ ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇത് എക്സ്പോഷർ കൂട്ടിയാണ് സെൽഫി ക്യാമറ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് 4Kയുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതാണ് 4Kയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. 4K നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളത് മാത്രമാണ് 4Kയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും 4K നല്ല കണ്ടീഷനാണ്, വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല ക്വാളിറ്റി ഉള്ള, വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ 4K വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുക അസാധ്യമാണ്, കാരണം സ്റ്റെബിലൈസേഷൻ ഇല്ല. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഫോണിലും ഈ 4Kക്കൊന്നും സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ HD-യുടെ ഒരു സ്ലോ മോഷൻ ആണ്. അത് ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് 720 പിക്സലിൽ നമ്മൾ എടുക്കുന്ന 240 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ സ്ലോ മോഷനാണ്. അതിൻ്റെ ക്വാളിറ്റി ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇമേജുകൾ കാണാം, നല്ല ക്വാളിറ്റി ഉണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു നോയ്സ് ലെവൽ നമുക്ക് ഈ ഒരു ഇമേജുകളിൽ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു നോയ്സ് ലെവലുണ്ട്, പക്ഷേ എക്സ്പോഷറൊക്കെ അടിപൊളിയാണ്, നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനുകളിലും ഈ ക്യാമറ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജിലേക്ക് നോക്കിയാലും ഹ്യൂമൻ സബ്ജക്റ്റിലേക്കൊക്കെ വന്നാലും നല്ല ക്വാളിറ്റിയിൽ തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനാണ്. ഒറ്റ ലൈറ്റിൻ്റെ സപ്പോർട്ടേ ഉള്ളെങ്കിലും ആ ഒരു ലൈറ്റിലും നല്ല ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു ക്യാമറയ്ക്ക് സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് കൊടുത്താലും അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഒരു പോർട്രേറ്റ് മോഡാണ്, അതിൻ്റെ അഡിജ് ഡിറ്റക്ഷനിലും കാര്യങ്ങളിലും ഒന്നും പ്രശ്നമില്ല, ഈവൻ അത് ലോ ലൈറ്റ് ആയിട്ട് പോലും. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഒരു ലോ ലൈറ്റ് സിറ്റുവേഷൻ ഇമേജുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് സെൽഫി ക്യാമറയുടെ ലോ ലൈറ്റ് ഇമേജ് ആണ്. നല്ല ക്വാളിറ്റി നമുക്ക് 32 MP സെൽഫി ക്യാമറ ലോ ലൈറ്റ് സിറ്റുവേഷൻ, അതായത് ലോ ലൈറ്റ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്ലർ എഫക്റ്റും കാര്യങ്ങളൊക്കെ പോർട്രേറ്റ് എടുക്കുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. മൊത്തത്തിൽ സെൽഫി ക്യാമറയാണെങ്കിലും മെയിൻ ക്യാമറയാണെങ്കിലും ഈവൻ ലോ ലൈറ്റ് കണ്ടീഷനിലും നല്ല മികച്ച പെർഫോമൻസ് തരുന്നുണ്ട്. എന്നാൽ ഡാർക്ക് ഏരിയകളിൽ നൈസ് നോയ്സ് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഇമേജുകളിൽ ആകെ പറയാനുള്ള ഒരു നെഗറ്റീവ് ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ക്വാളിറ്റി ലെവലിൽ അടിപൊളി പെർഫോമൻസ് ആണ്. ഇവിടെ സ്പെഷ്യലി നിങ്ങൾക്കത് കാണാം, ഇവിടെ ഇത്തിരി ലൈറ്റ് കുറവാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ ബ്ലാക്ക് ഏരിയകൾ, ഡാർക്ക് ഷെയ്ഡുകളിലൊക്കെ നമുക്ക് നല്ലോണം നോയ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നോയ്സിൻ്റെ ഒരു പ്രശ്നം, അതായത് ഗ്രെയിൻസിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ക്യാമറ സെറ്റപ്പിൽ കാണുന്നുണ്ട്. അത് മേ ബി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഫിക്സ് ആയേക്കാം, ഉറപ്പില്ല, ചിലപ്പോൾ അത് ഫിക്സ് ആയേക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതൊരു വീഡിയോ ക്വാളിറ്റിയാണ് നമ്മൾ കാണുന്നത് റിയർ ക്യാമറയുടെ. റിയർ ക്യാമറയിൽ അത്ര കണ്ടൊരു നോയ്സിൻ്റെ പ്രശ്നം നമുക്ക് ഡാർക്ക് ഏരിയയിൽ കാണില്ല. പക്ഷേ സെൽഫി ക്യാമറയുടെ കാര്യത്തിലാണ് നമ്മൾ ആ ഒരു നോയ്സിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. അത് വീഡിയോയ്ക്കായാലും ഇമേജിനായാലും ഒക്കെ സെയിം ആണ് കേട്ടോ. ഈ പറയുന്ന ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ ആ ഡാർക്ക് ഏരിയകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ട്രാ നോയ്സ്, ഒരു ഗ്രെയിൻസ് പോലെ സംഭവം കയറി വരുന്നത് കാണാം. ലോ ലൈറ്റിൽ അങ്ങനെയൊക്കെ വരാം, പക്ഷേ എങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ xiaomiക്ക് സാധിക്കും. അപ്പോൾ നമ്മളീ കണ്ടത് ബാക്ക് ക്യാമറയുടെ, റിയർ ക്യാമറയുടെ 48 MP ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇനി സെൽഫിയുടെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. സെൽഫിയിലേക്ക് വരുമ്പോൾ ആ നോയ്സ്, ആ ഗ്രെയിൻസ് ലെവൽ, ആ ഡാർക്ക് ഏരിയകൾ, അടുത്ത റൂമുകളുടെ എൻട്രിയുടെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു നോയ്സ് ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ സെൽഫി ക്യാമറയിൽ എസ്പെഷ്യലി നമുക്ക് ആ ഡാർക്ക് ഏരിയകൾ ഇത്തിരി നോയ്സ് കൂടുതലാണെന്നുള്ളതാണ് ഒരു പറയത്തക്ക ഒരു പ്രശ്നം വരുന്നുള്ളൂ. ബാക്കി എല്ലാം തന്നെ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ള സെൽഫി ക്യാമറ വീഡിയോയും അതേപോലെ റിയർ ക്യാമറ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ്. മൊത്തത്തിൽ ഈ ഒരു ലോ ലൈറ്റിലെ നോയ്സ് ഒഴിച്ചാൽ ബാക്കി പറയത്തക്ക യാതൊരു പ്രശ്നവും ഈ ഒരു ക്യാമറയ്ക്കില്ല, മികച്ച ക്വാളിറ്റിയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിരുന്നു, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ റിയൽമി എക്സിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ എടുക്കുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി ഒന്നും അദ്ദേഹം എടുക്കുമ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഫേക്ക് ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ പോലും നമുക്ക് ഈ ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ബേസിക് നോളജേ ഉള്ളൂ. അത് വെച്ചിട്ട് എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നത്.
ഇതേ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ അറിയുന്ന സുഹൃത്തുക്കൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ക്വാളിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറിവിനനുസരിച്ച് ആ ഒരു സംഭവം ഉപയോഗിക്കാനുള്ള അറിവ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ വേറെ പെയ്ഡും കാര്യങ്ങളൊന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെറുതെ അങ്ങോട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയിട്ട് കമ്പനിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ₹1 പോലും ബെനിഫിറ്റ് ഇല്ല. അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ ഇവിടെ യാതൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മൾ സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ് കണ്ടത്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് MI A1 കുറച്ച് സാമ്പിളുകളാണ്. A1 എന്ന ഫോൺ എൻ്റെ കയ്യിൽ ഇല്ല, പക്ഷേ മുൻപ് ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് നിങ്ങളിവിടെ കാണുന്നത്. ജസ്റ്റ് ഫോർ റെഫറൻസ്, അല്ലാതെ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടൊന്നുമല്ല. A1 എന്ന് പറയുന്നത് 2-3 വർഷം മുമ്പുള്ള ഫോണാണ്. ഇത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സോണി IMX586 സെൻസർ വെച്ചിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. ഇതിൻ്റെ ലെവൽ വേറെയാണ്, ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലും ഒക്കെ വേറെ ലെവലാണ്. A1 എങ്കിലും ഇപ്പോൾ നമ്മൾ ആ ഒരു സാമ്പിളുകൾ കാണുമ്പോൾ, ആ പഴയ സാമ്പിളുകൾ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് മികച്ചൊരു ക്വാളിറ്റി തന്ന A1 കുറച്ച് സാമ്പിളുകളാണ് കാണുന്നത്. നല്ല ക്വാളിറ്റി എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. പ്രത്യേകിച്ചും ഒരുപക്ഷെ എൻ്റെ അനിയത്തിയും അളിയനും അതേപോലെ തന്നെ എൻ്റെ മോളൊക്കെയാണ് അതിലുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴുള്ള ഈ MI A3 കൂടുതൽ എനിക്ക് ഈ ഫോട്ടോസിനോട് ഇഷ്ടം തോന്നിയത്. അത് തീർച്ചയായും പേഴ്സണലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ക്വാളിറ്റി, അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ എൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്തത് കൊണ്ടാണ് പഴയ കുറച്ച് ഇമേജുകൾ ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസാണ്, അതുകൊണ്ട് തന്നെ കംപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇമേജാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ലെവലൊക്കെ സ്വല്പം കുറവും കൂടിയായിരിക്കും. എന്നിട്ട് പോലും എനിക്ക് ഇത് നല്ല ഭംഗിയുള്ള ഇമേജുകളായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ 12,998, അതായത് ₹13,000 റേഞ്ചിലെ ഒരു ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കമ്പാരിസൺ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഫോണുകളുമായിട്ടുള്ള കമ്പാരിസണൊക്കെ നോക്കി കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാം. എന്നെ സംബന്ധിച്ച് ഈ പ്രൈസിലെ ഒരു ബെസ്റ്റ് MI A സീരീസ് ഫോണായിട്ടാണ്, ക്യാമറ ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് MI A3 ഒരു ക്യാമറ റിവ്യൂ ആണ്. എന്തായാലും ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫോൺ ബെസ്റ്റ് ക്യാമറ സെറ്റപ്പുള്ള 2 ക്യാമറ, ഫ്രണ്ടും ബാക്കും 2 ക്യാമറകളും ഒരുപോലെ നല്ല മികച്ച ക്വാളിറ്റി തരുന്ന ഒരു നല്ല ക്യാമറ ഫോൺ. MI A1 എന്ന ഫോണിൻ്റെ ഒരു അപ്ഡേഷൻ രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ല അപ്ഡേഷനായിട്ട് തന്നെയാണ് ക്യാമറയുടെ ഭാഗത്ത് ഈ ഒരു ഫോൺ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.